ഇന്ന് റെഡി ആയിട്ട് ഇവിടെ അടുത്തൊരു ഇസ്കോൺ ടെമ്പിൾ ഉണ്ട്, അപ്പൊ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഞാനും ബിൻസിയുടെ ഉണ്ട്, പക്ഷെ അവൾക്ക് ചെറിയൊരു നാണം ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒറ്റയ്ക്ക്. അപ്പൊ ഞാനും ബിൻസിയും പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട് അക്ഷയും കൂടിയിട്ട് ഇവിടെ അടുത്തുള്ള ഇസ്കോണിൽ പോവാണ്. അപ്പൊ ഇസ്കോണ് രാവിലെ 7:30 to ഈവനിങ് 7 വരെയാണുള്ളത്. അപ്പൊ ഇപ്പൊ ടൈം 5 hour ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇറങ്ങാണ് കേട്ടോ. പിന്നെയും വാ പോവാം. ഗൈസ്, ഞങ്ങളിവിടെ ഒരു അമ്മാമേനെ കണ്ടു, നോക്കൂ, നല്ല ഫ്രീക്കായിട്ടില്ലേ അമ്മാമ. അപ്പൊ ഞങ്ങളുടെ ഈ മെട്രോ സ്റ്റേഷൻ എത്തി. എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ ഡ്രസ് ചെയ്തോണ്ടേ എല്ലാവരും ഞങ്ങൾ നോക്കിച്ചിരിക്കും, ഏതോ അന്യഗ്രഹ ജീവികളെ കണ്ട പോലെ ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്കൂളിൽ പോകണം. അപ്പം അവിടെ എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാ, നമുക്ക് പോയി നോക്കാം. അപ്പം ഞങ്ങളിത് സ്റ്റേഷൻ സ്ക്വയർ എത്തിയിട്ടുണ്ട്. സ്റ്റേഷൻ സ്ക്വയർ എത്തി. ഞങ്ങളോട് ലേറ്റ് ആവുന്നതാണ് അക്ഷയ പറഞ്ഞത്, പക്ഷേ ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് വരാമെന്ന് അറിഞ്ഞൂടെ, നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്തിട്ടാം. ഒരു സാധനം കാണിച്ചത് ഇവിടെ പറക്കുന്ന പരുത്തുണ്ട് ഗൈസ് സ്റ്റേഷനിൽ. അതാ ഗൈസ് അക്ഷയ എത്തി. ഞങ്ങൾ സരാജേശ്വരിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മാപ്പ് നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഒരു 7 സ്റ്റോപ്പും കൂടി ഉണ്ട് ബസ്സിൽ. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഏർപ്പാട് അറിയാലോ, അപ്പൊ അക്ഷയ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ശുഭപ്രതീക്ഷയാണ് ഇന്ന് ബസ് മാറി കയറും. അതെ, അപ്പൊ അതും പോയി, ആ പ്രതീക്ഷയും പോയി. പിന്നെ അക്ഷയ ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ടോ? പിന്നെ ഫാനാണ് ബിൻസിയുടെ പ്രത്യേകിച്ച്. ഓക്കെ, അപ്പൊ ബിൻസിയുടെ ഒരു ഫാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞങ്ങൾ ഫാൻ പേജ് തുടങ്ങാനുള്ള പ്ലാനിലാണ് ഞങ്ങൾ. ബിൻസി ഫാൻസ് അസോസിയേഷൻ, ചാക്കോ ഫാൻസ് അസോസിയേഷൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും ആ പേജ് ഞാനിവിടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, അപ്പൊ എല്ലാരും പ്രൊമോട്ട് ചെയ്തോളാം. അപ്പൊ ഞങ്ങള് അമ്പലം അടക്കണായിട്ട് മുന്നേ അവിടെ എത്തട്ടെ. അപ്പൊ ഞങ്ങൾ ഇനി ബസ് കയറാൻ പോവാം കേട്ടോ. ഗൈസ്, ഞങ്ങളെ ബസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതന്നെ അന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ കയറുന്നു. ബസ് ഇറങ്ങി. ഇന്ന് കറക്റ്റ് ബസ് തന്നെയായിരുന്നു ഞങ്ങൾ കയറിയത്, അക്ഷയുടെ ഒരു ഐശ്വര്യം. അതെ. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു 500 മീറ്റേഴ്സ് നടക്കാണ്ട്. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട് 3 കുട്ടികൾ ഞങ്ങളെപ്പോലെ ഈ സ്കൂളിലോട്ട് തന്നെയാണ് തോന്നുന്നുണ്ട്, ട്രഡീഷണൽ വെയർ ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. പേരറിയില്ല ഗൈസ്, എ കൈൻഡ് ഓഫ് ചെറി ബ്ലോസം. അതെ. പിന്നെ അവിടെ വേറെ എന്തോണ്ട്, മുന്തിരി വള്ളികൾ ഉണങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒരപ്പാപ്പൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നുപോയി. ഗ്രാമീണ. അതെ. അപ്പോൾ ഞങ്ങൾ ഈ വഴിയൊന്നും തെറ്റാണ്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. ഇസ്കോണ്ടെത്തി. പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത്. ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്ത് ചെയ്യാനാണെന്ന്. അതെ, ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്, പക്ഷെ ഒന്നും മനസ്സിലാവണില്ല. അതെ, എന്താ ചെയ്യണ്ടേന്നൊന്നും മനസ്സിലാവണില്ല. പക്ഷെ നല്ല സ്മെല്ല്, നല്ല ചന്ദനത്തിരിയുടെ ഒക്കെ ഒരു സ്മെല്ലായിട്ട് നല്ല രസമുണ്ട്.
തീർത്ഥാണെന്ന് തോന്നുന്നുണ്ട്. ഗ്ലാസ്സിലാക്കി കുടിക്കാം. തുളസിട്ട വെള്ളം കുടിക്കും. ഭയങ്കര പീസ്ഫുൾ കാം. രസമുണ്ടാ? അപ്പം ഞങ്ങൾ പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അവിടുത്തെ തീർത്ഥാൻ തോന്നുന്നുണ്ട്. ഗ്ലാസ്സിലാക്കി വെള്ളം കുടിച്ചു. തുളസിട്ട വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വൈബുണ്ട് കഴിച്ചു. ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. നല്ല സ്ഥലം. ഒരു ഒരു എന്ത് വൈബാണ്, ഒരു രാജസ്ഥാനി ഉൾഗ്രാമത്തിലൂടെ പോയ വൈബ്. അതെ, ഞങ്ങൾ അവിടെ ആയിരുന്നല്ലോ ഇത്ര പരിചയത്തോടെ പറയണേ. കുറച്ചു കാലം ഞങ്ങൾക്ക് അവിടെ ആയിരുന്നു. ഞങ്ങൾ ഒരു ഹാപ്പി ഫാമിലിന്റെ കൂടെ ഒരു മാസം അവിടെ കറങ്ങിയായിരുന്നു. ഞങ്ങൾക്ക് അവർ ഫുഡും പിന്നെ അതുപോലെ ചന്ദനക്കുറിയൊക്കെ തന്നിട്ടുണ്ട്. തിലക് കൊള്ളാവോ? ഞങ്ങൾ പ്രാർത്ഥിച്ചു. നല്ല പീസ്ഫുൾ ആയി അല്ലേ? നല്ല രസമുണ്ട് ഇവിടെ വന്നിട്ട്. ശരിക്കും നല്ലൊരു വൈബ്. നല്ല ബിൽഡിങ്സ് ആയാലും ഒരു ഭക്തി വൈബ്. ഞങ്ങൾ അവിടെ ഇരുന്ന് അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ കേട്ടു. ഭജനൊക്കെ ചൊല്ലി ഞങ്ങൾ അറിയില്ലെങ്കിലും കോറസ് ആയിട്ട് ഞങ്ങൾ പാടി റിപ്പീറ്റ് അടിച്ചു. അതെ. പിന്നെ ഞങ്ങൾക്ക് ചന്ദനം തന്നു, ചോദിച്ചു വാങ്ങിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പ്രസാദവും ഫുഡ് ബിൻസിക്ക് ഭയങ്കര ഇഷ്ടമായി. രണ്ടാമത് അവിടുത്തെ കാലിയാക്കി ഞങ്ങൾ. അതെ. അപ്പൊ ഇപ്പൊ ഇവിടെ കാണാൻ നല്ല രസമുണ്ട്. കാണുന്നില്ലടാ, നമുക്ക് ആ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. കണ്ടോ രസല്ലേ? സൺസെറ്റ്. ഇപ്പൊ ഇവിടെ നല്ല വൈബ് ഉണ്ട്. ഈ ടൈം വരണം നിങ്ങൾ. ഒരു കൂളായിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞങ്ങൾ ഇസ്കോൺ വിസിറ്റ് ചെയ്തു വിത്ത് അക്ഷയ ദുജേന്ദ്രൻ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബൈ.